ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. Celebrate the beauty of life. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളത്തിലെ തിരഞ്ഞെടുത്ത അംഗനവാടികൾ ഇനി 3G ആവുന്നു. 3 തലമുറകളുടെ സംഗമവേദിയായി അംഗനവാടികളെ മാറ്റിയെടുക്കുന്നത് സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പാണ്. ഇതിനുള്ള പ്രവർത്തനങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കം കുറിച്ചിരിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. 3 തലമുറയെ പരിപാലിക്കാൻ കഴിയുന്ന രീതിയിലാണ് മാതൃകാ അംഗനവാടികൾ സജ്ജമാവുകയെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ മാതൃകാ അംഗനവാടിക്ക് ശിലയിട്ടു. സ്ത്രീ ശാക്തീകരണത്തിൽ കേരളീയ മാതൃകയുടെ സൃഷ്ടാക്കളും വക്താക്കളും എന്ന രീതിയിൽ കുടുംബശ്രീക്ക് അഭിമാനിക്കാമെന്ന് ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു ഏകീകൃത വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടുവെന്ന് ICHR മെമ്പർ ഡോക്ടർ CI ഐസക്. വിശദമായ വാർത്തകളിലേക്ക്. 3 തലമുറയെ പരിപാലിക്കാൻ കഴിയുന്ന രീതിയിലാണ് മാതൃകാ അംഗനവാടികൾ സജ്ജമാവുകയെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലത്തിൽ 30-ാം വാർഡ് എരവത്തുകുന്നിൽ നിർമ്മിക്കുന്ന മാതൃകാ അംഗനവാടിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ കേരളത്തിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വയോജനങ്ങളുടെയും ക്ഷേമം മുൻനിർത്തി നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു മാതൃകാ അംഗനവാടി നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട്. ഓരോ മാതൃകാ അംഗനവാടികളിലും സ്ത്രീ, ശിശു, ബാലിക, വയോജന ക്ഷേമം മുൻനിർത്തി നടപ്പിലാക്കുന്ന കർമ്മ പദ്ധതികൾക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കുട്ടികൾക്കുള്ള ക്ലാസ് മുറികൾ, കൌമാരപ്രായക്കാരായ പെൺകുട്ടികളുടെ കൌൺസിലിംഗ് കേന്ദ്രം, മുതിർന്ന പൌരന്മാർക്കുള്ള പകൽ വീട്, ഫീഡിംഗ് റൂം, ശിശു സൌഹാർദ്ദ ടോയ്ലറ്റ്, ക്ലാസ് മുറികൾ, അടുക്കള, വിവിധ ആവശ്യങ്ങൾക്കുള്ള മുറികൾ എന്നിവയും മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളും ഇവയിൽ ഉണ്ടായിരിക്കും. കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലത്തിൽ 30-ാം വാർഡിലെ 34 നമ്പർ എരവത്തുകുന്ന് അനശ്വര അങ്കണവാടിയാണ് മാതൃകാ അങ്കണവാടിയാക്കി മാറ്റുന്നത്. അങ്കണവാടിയുടെ തറക്കല്ലിടൽ കർമ്മമാണ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിച്ചത്. 3 തലമുറയെ പരിപാലിക്കാൻ കഴിയുന്ന രീതിയിലാണ് മാതൃകാ അങ്കണവാടികൾ സജ്ജമാക്കുകയെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. മാതൃകാ അങ്കണവാടിയുടെ പ്രത്യേകത അതിനെ നമ്മൾ 3G എന്നാണ് വിളിക്കുക. 3 ജനറേഷൻ, 3 തലമുറയ്ക്ക് ആവശ്യമായ രീതിയിൽ കുട്ടികൾക്ക്, മുതിർന്ന പൗരന്മാർക്ക്, കൗമാരപ്രായമായ സ്ത്രീകൾക്ക്, ഇത്രയും ആളുകളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണിത്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള മാർഗരേഖ തയ്യാറായി വരുന്നുണ്ട്. അപ്പം ഈ കുട്ടികൾക്കൊപ്പം ഇരുന്നാൽ മുതിർന്ന പൗരന്മാർക്ക് മാനസികോല്ലാസം കൂടിയാണത്. കുട്ടികൾക്കും അത് ഒരു മാതൃത്വം കിട്ടുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു. അതിനു പുറമെ അംഗൻവാടി ടീച്ചേഴ്സ്, പിന്നെ ഇവർക്ക് ചേച്ചിമാരായിട്ട് കൗമാരപ്രായമായിട്ടുള്ള പെൺകുട്ടികൾ അവിടെ കൗൺസിലിങ്ങിനെത്തുന്നു. അങ്ങനെ അംഗൻവാടി ഒരു സജീവമായ ഇടമായി മാറുകയാണ്. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ കവിത അരുൺ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ VD ജലജാമണി, KURDFC ചെയർമാൻ K മൊയ്തീൻ കോയ, CDA ചെയർമാൻ NC അബൂബക്കർ, കോർപ്പറേഷൻ കൌൺസിലർ KT ബീരാൻ കോയ, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ TP സാറാമ, എരവത്ത് റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ബാലഗോപാലൻ, വാർഡ് കൺവീനർ U സജീർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്ത്രീ ശാക്തീകരണത്തിൽ കേരളീയ മാതൃകയുടെ സൃഷ്ടാവും വക്താക്കളും എന്ന രീതിയിൽ കുടുംബശ്രീക്ക് അഭിമാനിക്കാമെന്ന് ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൽ ലത്തീഫ്. കുടുംബശ്രീ നോർത്ത് CDS നേതൃത്വത്തിൽ ടാഗോർ ഹാളിൽ നടന്ന സംരംഭകത്വ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുടുംബശ്രീ നോർത്ത് CDSന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ടാഗോർ സെന്റനറി ഹാളിലാണ് സംഗമം 2015 എന്ന പേരിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചത്. സംഗമത്തിന്റെ ഭാഗമായി കുടുംബശ്രീക്ക് കൂടുതൽ വായ്പ നൽകിയ ബാങ്കുകൾക്ക് അനുമോദനം നൽകി. ബാലസഭാ അംഗങ്ങളിൽ SSLC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയവർക്കുള്ള ഉപഹാരങ്ങൾ സമ്മാനിച്ചു. മാച്ചിംഗ് ഗ്രാന്റുകളും വിതരണം ചെയ്തു.
ചടങ്ങുകൾ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ പി ടി അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണത്തിൽ കേരളീയ മാതൃകയുടെ സൃഷ്ടാക്കളും വക്താക്കളും എന്ന രീതിയിൽ കുടുംബശ്രീക്ക് അഭിമാനിക്കാമെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. വളരെ അഭിമാനത്തോടുകൂടി സ്ത്രീ ശാക്തീകരണത്തിന്റെ കേരളീയ മാതൃകയുടെ സൃഷ്ടാക്കളും വക്താക്കളുമാണ് ഞങ്ങളെന്ന് സമൂഹത്തിന് മുമ്പാകെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന തലത്തിലേക്ക് ഈ പ്രസ്ഥാനം വളർന്നു. വിവിധ കുടുംബശ്രീകൾക്ക് അനുവദിച്ച വായ്പകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. കുടുംബശ്രീ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന രക്തദാനവുമായി ബന്ധപ്പെട്ട രക്തദാന സമ്മതപത്രം കേരള ബ്ലഡ് ഡൊണേഴ്സ് ഫോറം ജില്ലാ പ്രസിഡന്റ് അശോകൻ ആലപ്പുറത്തിന് കൈമാറി. ചടങ്ങിൽ നോർത്ത് CDS ചെയർപേഴ്സൺ കെ ഷീജ സ്വാഗതം പറഞ്ഞു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ മുഹമ്മദ് ബഷീർ, T രാജൻ, M മോഹനൻ, കിഷൻ ചന്ദ്, ലീഡ് ബാങ്ക് മാനേജർ ഭുവൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സ്ത്രീ സുരക്ഷയും സമൂഹവും എന്ന വിഷയത്തിൽ ജില്ലാ പ്രൊബേഷൻ ഓഫീസർ അഷ്റഫ് കാവിൽ ക്ലാസ് എടുത്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു ഏകീകൃത വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടുവെന്ന് ICHR മെമ്പർ ഡോക്ടർ CI ഐസക്. ഭരണഘടനാ രൂപീകരണത്തിൽ പോലും മറ്റ് വകുപ്പുകൾക്ക് കൊടുത്ത പ്രാധാന്യം പോലും വിദ്യാഭ്യാസത്തിന് നൽകിയിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വേദവ്യാസ വിദ്യാലയത്തിന്റെ രജത ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 1990 മലാപ്പറമ്പിൽ പ്രവർത്തനം തുടങ്ങിയ വേദവ്യാസ വിദ്യാലയമാണ് രജത ജൂബിലി ആഘോഷിക്കുന്നത്. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം സ്കൂൾ അങ്കണത്തിൽ നടന്നു. ICHR മെമ്പർ ഡോക്ടർ CI ഐസക് രജത ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു ഏകീകൃത വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടുവെന്നും ഭരണഘടന രൂപീകരിക്കുന്ന ഘട്ടത്തിൽ പോലും മറ്റ് വകുപ്പുകൾക്ക് കൊടുത്ത പ്രാധാന്യം വിദ്യാഭ്യാസത്തിന് നൽകിയില്ലെന്നും ഡോക്ടർ CI ഐസക് പറഞ്ഞു. ഭാരതത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ പോലും വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിലാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യഥേഷ്ടം കയറി ഇറങ്ങാവുന്ന ഏതാണ്ട് അമ്പലത്തിലെ ഉത്സവപ്പറമ്പ് പോലെയാണ്. ഉത്സവപ്പറമ്പ് പോലുള്ള ഒരു അവസ്ഥ എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ ആർക്കുമില്ല. അതുകൊണ്ടെന്ന് വെച്ചാൽ ഒരു ഏകീകൃത വിദ്യാഭ്യാസം ഭാരതത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. യൂണിഫോമിറ്റി ഇല്ല. വേദവ്യാസ വിദ്യാലയം പ്രിൻസിപ്പൽ A ചെന്താമരാക്ഷൻ സ്വാഗതം പറഞ്ഞു. കോതമംഗലം കറുകടം വിദ്യാവികാസ് സ്കൂളിലെ കുട്ടികളുടെ ദാരുണ അന്ത്യത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. സ്വാഗത സംഘം ചെയർമാൻ MP ശിവദാസ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭാരതി ക്ഷേത്രീയ അധ്യക്ഷൻ ഡോക്ടർ PK മാധവൻ, വിദ്യാഭാരതി ക്ഷേത്രീയ സെക്രട്ടറി NCT രാജഗോപാൽ, വേദവ്യാസ വിദ്യാലയം മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് M മാധവൻ, ക്ഷേമസമിതി അധ്യക്ഷൻ V മനോഹരൻ, BJP ജില്ലാ പ്രസിഡന്റ് P രഘുനാഥ്, വർക്കിംഗ് ചെയർമാൻ മെമ്പർ PK കൃഷ്ണവർമ്മ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഞാനെന്ന അഹങ്കാരം തീർച്ചയായും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൾ അസീസ്. ഈ പശ്ചാത്തലത്തിലാണ് LK അദ്വാനി രാജ്യം അടിയന്തരാവസ്ഥയുടെ ഭീതിയിലാണെന്ന് പറഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമാഅത്തെ ഇസ്ലാമിക്കാരായ അടിയന്തരാവസ്ഥ തടവുകാരുടെ ഒത്തുചേരൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 40 വർഷം പിന്നിടുന്ന സാഹചര്യത്തിലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരായ തടവുകാർ കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ ഒത്തുചേർന്നത്. സോളിഡാരിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ. ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ MI അബ്ദുൾ അസീസ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ഞാൻ എന്ന അഹങ്കാരം തീർച്ചയായും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുമെന്ന പശ്ചാത്തലത്തിലായിരിക്കാം LK അദ്വാനി രാജ്യം അടിയന്തരാവസ്ഥ ഭീതിയിലാണെന്ന് പറഞ്ഞതെന്ന് MI അബ്ദുൾ അസീസ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. രാഷ്ട്രമെന്നാൽ ഞാനെന്നാൽ രാഷ്ട്രമാണ്, ഭരണകൂടമെന്നാൽ ഞാനെന്നാൽ ഭരണകൂടമാണ്, എന്ന പാർട്ടി എന്നാൽ ഞാനെന്നാൽ പാർട്ടിയാണ് എന്ന അഹങ്കാരത്തിന്റെ ചിന്ത തീർച്ചയായും ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കും. അങ്ങോട്ടുള്ള സൂചനകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം രാജ്യത്തോട് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് മീഡിയ അവാർഡുകൾ ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. മാതൃഭൂമിയിലെ KR പ്രഹ്ലാദൻ, മീഡിയ 1 TVയിലെ ശ്യാം കൃഷ്ണൻ, കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ഇഞ്ചക്കാട് ബാലചന്ദ്രൻ തുടങ്ങിയവർ അവാർഡുകൾ ഏറ്റുവാങ്ങി. സാംസ്കാരിക പ്രവർത്തകൻ നജ്മൽ ബാബുവാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. സോൾഡാറ്റി സംസ്ഥാന സമിതി അംഗം C ദാവൂദ് വിഷയങ്ങൾ അവതരിപ്പിച്ചു. തുടർന്ന് ജമാഅത്തെ ഇസ്ലാമിക്കാരായ തടവുകാർ തങ്ങളുടെ അടിയന്തരാവസ്ഥ അനുഭവങ്ങൾ പങ്കുവച്ചു. ചടങ്ങിൽ സോൾഡാറ്റി സംസ്ഥാന പ്രസിഡന്റ് T മുഹമ്മദ് വേളം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ ഫറൂഖ് സ്വാഗതം പറഞ്ഞു. TK അബ്ദുള്ള, K അബ്ദുള്ള ഹസൻ, N അബൂബക്കർ ഹാജി, PMV അബ്ദുൽ ഖാദർ, RC മൊയ്തീൻ, A മൊയ്തീൻകുട്ടി മൗലവി, KK ഉസ്മാൻ വടകര, P കുഞ്ഞി മുഹമ്മദ് മൗലവി വളാഞ്ചേരി,
MP അബ്ദുറഹ്മാൻ കുരിക്കൽ, P അബ്ദുള്ള ഹാജി തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. CM ഷെരീഫ നന്ദി രേഖപ്പെടുത്തി. തീരപ്രദേശങ്ങളിൽ സസ്യങ്ങൾ കരിഞ്ഞ സ്ഥലങ്ങൾ CWRDMലെ ശാസ്ത്രജ്ഞർ സന്ദർശിച്ചു. കടലിൽ ചൂടുകൂടിയാൽ കടൽക്കാറ്റേറ്റ് കടലോരത്തെ സസ്യങ്ങൾ കരിയാൻ സാധ്യതയുണ്ടെന്നാണ് ശാസ്ത്ര സംഘത്തിന്റെ നിഗമനം. ഗവേഷണങ്ങൾക്കൊടുവിൽ പ്രതികരിക്കാമെന്ന് ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ തീരപ്രദേശങ്ങളിൽ സസ്യങ്ങൾ കരിഞ്ഞത് പഠിക്കാൻ CWRDM ശാസ്ത്രജ്ഞർ കൊയിലാണ്ടി, കോഴിക്കോട് കടലോരങ്ങൾ സന്ദർശിച്ചു. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം CWRDM ശാസ്ത്രജ്ഞന്മാരായ ഡോക്ടർ PS ഹരികുമാർ, ഡോക്ടർ EJ ജോസഫ്, ഡോക്ടർ V സുരേന്ദ്രൻ എന്നിവരാണ് വെള്ളിയാഴ്ച ജില്ലയിലെ വിവിധ കടലോരങ്ങൾ സന്ദർശിച്ചത്. കരിഞ്ഞുണങ്ങിയതും കരിയാത്തതുമായ കടലോരത്തെ സസ്യങ്ങളുടെ സാമ്പിളുകൾ സംഘം ശേഖരിച്ചു. ഇത് CWRDM ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് ഡോക്ടർ PS ഹരികുമാർ പറഞ്ഞു. കടലോരത്തെ കിണറുകളിൽ നിന്നുള്ള വെള്ളവും സ്ഥലത്തെ മണ്ണും ശേഖരിച്ചിട്ടുണ്ട്. പുതിയ പ്രതിഭാസം മണ്ണിലും വെള്ളത്തിലും എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് അറിയാനാണിത്. കടലിൽ ചൂടുകൂടിയാൽ കടൽക്കാറ്റേറ്റ് കടലോരത്തെ സസ്യങ്ങൾ കരിയാൻ സാധ്യതയുണ്ടെന്നാണ് സംഘത്തിന്റെ നിഗമനം. കാലവർഷത്തിന് മുൻപ് അസഹ്യമായ ചൂട് കരയിലും കടലിലും ഇത്തവണ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ചൂട് ശക്തമായ കാറ്റിൽ കരയിലേക്ക് അടിക്കാനിടയായി. ലവണങ്ങൾ കൂടിയത് മൂലമാകാം ചെടികൾ കരിഞ്ഞതെന്നാണ് മറ്റൊരു നിഗമനം. കൂടുതൽ പഠനങ്ങൾ നടത്തിയാൽ മാത്രമേ വ്യക്തമായ നിഗമനങ്ങളിൽ എത്താൻ കഴിയുകയുള്ളൂ. ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിലാണ് സസ്യങ്ങൾ വ്യാപകമായി കരിഞ്ഞുണങ്ങിയത്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. When the eyes are settled, don't settle for anything else. I'm not the star. She is. Mine bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് DDE ഓഫീസ് ധർണ നടത്തി. ഭാഷാ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലാനുസൃതമായി കുറയ്ക്കണമെന്നതായിരുന്നു പ്രധാന ആവശ്യം. പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. പാഠപുസ്തക വിതരണം ഉടൻ പൂർത്തിയാക്കുക, ഭാഷാ അധ്യാപക വിദ്യാർത്ഥി അനുപാതം കാലാനുസൃതമായി കുറയ്ക്കുക, പാർട്ട് ടൈം അധ്യാപകരുടെ വിവിധ സർവീസ് പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം കാണുക, ഹയർ സെക്കൻഡറി സീനിയർ ജൂനിയർ പ്രശ്നം പരിഹരിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി DDE ഓഫീസ് ധർണ സംഘടിപ്പിച്ചത്. അധ്യാപക ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി TK സന്തോഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്കൃത ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളുടെ കാര്യത്തിലും ഏതാണ്ട് 55% പാഠപുസ്തകങ്ങളും വിദ്യാലയത്തിൽ എത്തിയിട്ടില്ല എന്ന ലജ്ജാകരമായ വസ്തുതയാണ് വർഷാരംഭത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ട്രഷറർ CP സുരേഷ് ബാബു, TK കൃഷ്ണകുമാർ, A നാരായണൻ മാസ്റ്റർ, ജില്ലാ പ്രസിഡന്റ് ബിജു കാവിൽ, ജില്ലാ സെക്രട്ടറി KP ശ്രീധരൻ തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. പുരുഷൻ കടലുണ്ടി MLA പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വീട്ടമ്മയിൽ നിന്ന് 400 പവൻ ആഭരണങ്ങളും 20 ലക്ഷം രൂപയും തട്ടിയെടുത്ത മന്ത്രവാദിനി പിടിയിൽ. കാപ്പാട് ഉബൈദ് മൻസിൽ അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യ ഷാഹിദയെ മന്ത്രവാദത്തിന്റെ പേരിൽ കബളിപ്പിച്ച റഹ്മത്തിനെയാണ് കൊയിലാണ്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. മന്ത്രവാദത്തിന്റെ പേരിൽ സ്ത്രീയിൽ നിന്നും സ്വർണവും 20 ലക്ഷം രൂപയും തട്ടിയെടുത്ത പരാതിയിൽ മന്ത്രവാദിനിയെ കൊയിലാണ്ടി പോലീസ് പിടികൂടി. ചേമഞ്ചേരി തൗഫിക് മൻസിലിൽ പാലോട്ടുകുനി TK റഹ്മത്തിനെയാണ് പിടികൂടിയത്. കാപ്പാട് സ്വദേശിനിയായ സാഹിദിയിൽ നിന്നുമാണ് വിവിധ ആവശ്യങ്ങൾക്കായി സ്വർണ്ണാഭരണങ്ങളും 20 ലക്ഷം രൂപയും വീടിന്റെ ആധാരവും തട്ടിയെടുത്തത്. 2011 മുതൽ തുടങ്ങിയതാണ് ഈ ബന്ധം. മകളുടെ വിവാഹാവശ്യത്തിനായി ലോക്കറിൽ വെച്ച ആഭരണങ്ങൾ വരെ സ്ത്രീയിൽ നിന്നും പ്രതി തട്ടിയെടുത്തതായി പോലീസ് പറഞ്ഞു. റഹ്മത്തിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 3 വീടുകളുടെ ആധാരം, തകിടുകൾ, സ്വർണം പണയം വെച്ചതിന്റെ ബില്ലുകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. കൊയിലാണ്ടി CI R ഹരിദാസ്, SI അശോകൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ PP മോഹനകൃഷ്ണൻ, ശ്യാം, സന്തോഷ് മമ്പാട്ടിൽ, പ്രദീപൻ, വനിതാ പോലീസ് ലീന തുടങ്ങിയവർ അറസ്റ്റിന് നേതൃത്വം നൽകി.
മന്ത്രി അടൂർ പ്രകാശിനെതിരെ കരിങ്കൊടി കാണിച്ച ഡിവൈഎഫ്ഐ വനിതാ പ്രവർത്തകരോട് പോലീസ് അപമര്യാദയായി പെരുമാറിയെന്ന് പരാതി. സോളാർ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനെ കോഴിക്കോട് വെച്ച് കരിങ്കൊടി കാണിച്ചത്. സ്ത്രീകൾ എന്നുള്ള നിലക്കായാലും ശരി, വ്യക്തി എന്നുള്ള നിലക്കായാലും ശരി, വളരെ മോശമായിട്ടുള്ള സമീപനമാണ് കോഴിക്കോട്ടെ പോലീസിന് അന്നത്തെ ദിവസം എടുത്തിട്ടുള്ളത്. ഞാൻ ധരിച്ചിരുന്ന വസ്ത്രം ഉൾപ്പെടെ വലിച്ചു കയറുന്ന രീതിയിൽ, പുറംഭാഗം മുഴുവൻ വസ്ത്രമില്ലാത്ത രീതിയിൽ വലിച്ചു കയറുന്ന രീതിയിലുള്ള അവസ്ഥ ഉണ്ടായി. ഒരു കൈയും ഒരു കാലും പിടിച്ചിട്ടാണ് പോലീസ് വലിച്ചെടുക്കുന്ന രീതിയിലുള്ള അനുഭവം ഉണ്ടായി. പൊതുയിടങ്ങളിലെ സ്ത്രീകളുടെ അന്തസ്സും സ്വകാര്യതയും സംരക്ഷിക്കുന്ന നിയമം പാസാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. അറസ്റ്റ് സംബന്ധിച്ചും ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നത് സംബന്ധിച്ചും കൃത്യമായ നിർദ്ദേശങ്ങളും നിബന്ധനകളും ക്രിമിനൽ നടപടിക്രമത്തിനകത്തും സുപ്രീംകോടതി വിധിന്യായങ്ങൾക്കകത്തും പറയുന്നുണ്ട്. അതിന്റെയൊക്കെ നഗ്നമായ ലംഘനമാണ് പോലീസ് കോഴിക്കോട് യുവതികൾക്കു നേരെ നടത്തിയത്. സമരത്തിൽ പങ്കെടുക്കുന്ന യുവതികളെ അപമാനിച്ച് അവരുടെ സമര പങ്കാളിത്തം ഇല്ലാതാക്കാൻ കഴിയുമോ എന്നാണ് ഇത്തരം പ്രവൃത്തികളിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള അപമാനത്തെ സഹിക്കാൻ കഴിയില്ലെന്നും തുടർന്നും ഉജ്ജ്വലമായ സമരങ്ങൾക്ക് യുവതികൾ ഉൾപ്പെടെയുള്ള സഖാക്കൾ തയ്യാറാകും എന്ന് പ്രഖ്യാപിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ജൂൺ 29 തിങ്കളാഴ്ച 3 മണിക്ക് കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ യുവതികളുടെ പ്രതിരോധ ശൃംഖല തീർക്കുമെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. അടിയന്തരാവസ്ഥയും അതിന്റെ ചരിത്രവും സമരങ്ങളുമെല്ലാം ഒരു പാഠ്യപദ്ധതിയായി നമ്മുടെ സർവകലാശാലകളിൽ കൊണ്ടുവരണമെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ അളകാപുരിയിൽ നടന്ന അടിയന്തരാവസ്ഥ 40ാം വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥയെക്കുറിച്ചും അതിനെതിരായി നടന്ന ചരിത്ര പ്രസിദ്ധ സമരങ്ങളെ സംബന്ധിച്ചുള്ള അറിവുകൾ യുവതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് ബിജെപി മുൻ സംസ്ഥാന പ്രസിഡന്റ് CK പത്മനാഭൻ പറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ കോഴിക്കോട് നടന്ന അടിയന്തരാവസ്ഥ 40ാം വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥയും അതിന്റെ ചരിത്രവും സമരവും ഒരു പാഠ്യപദ്ധതിയായി നമ്മുടെ സർവകലാശാലകളിലും മറ്റും കൊണ്ടുവരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടിയന്തരാവസ്ഥയെക്കുറിച്ചും അതിനെതിരായി നടന്ന ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സമരത്തെ സംബന്ധിച്ചുമുള്ള അറിവുകൾ യുവതലമുറക്ക് പകർന്നു കൊടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായി വന്നിരിക്കുകയാണ്. പുതിയ തലമുറക്ക് പകർന്നു കൊടുത്താൽ മാത്രം പോരാ, നമ്മുടെ പാഠ്യപദ്ധതികളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെക്കുറിച്ചും അതിനെതിരായി നടന്ന അവിസ്മരണീയമായ സമരത്തെക്കുറിച്ചുമുള്ള പാഠം അതൊരു പാഠ്യപദ്ധതിയായി നമ്മുടെ സർവകലാശാലകളിലും മറ്റും കൊണ്ടുവരണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കോഴിക്കോട് അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ ബിജെപി ജില്ലാ പ്രസിഡന്റ് പി രഘുനാഥ് അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര സംവിധായകൻ അലി അക്ബർ, C മുഹസിൻ, MC രാജൻ, MC ശശീന്ദ്രൻ, KT ബിബിൻ, N സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ വാർത്തയിൽ ഒരു ഇടവേള കൂടി. കല്യാൺ സിൽക്സിൽ ആടി സെയിൽ തുടങ്ങിട്ടോ. വെറും ആടി സെയിലല്ല, ഇന്ത്യയിലെ ഏറ്റവും വലുത്. കളക്ഷൻ എന്ന് വെച്ചാൽ വെറും കളക്ഷൻ അല്ല, ഈ വർഷത്തെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വിലക്കുറവെന്ന് വെച്ചാലോ, ഈ വർഷത്തെ ഏറ്റവും വലിയ വിലക്കുറവ്. കല്യാൺ സിൽക്സ് ആടി സെയിൽ. ഏറ്റവും പുതിയ കളക്ഷനുകൾ, ഏറ്റവും വലിയ സെലക്ഷനുകൾ. 10 മുതൽ 50% വരെ വിലക്കുറവിൽ. ഇപ്പൊ വാങ്ങിയ ഇരട്ടി വാങ്ങാം. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind bridal diamond jewelry from Malabar Gold and Diamonds. Be a star, nothing less. പ്രത്യേക ശ്രദ്ധയ്ക്ക് മദ്യപാനം, പുകവലി, കഞ്ചാവ്, മറ്റു ലഹരി പദാർത്ഥങ്ങൾ ശീലമാക്കിയവർ നിങ്ങളുടെ കുടുംബത്തിലോ അറിവിലോ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ ഇതാ ഒരവസരം. തികച്ചും ആയുർവേദ വിധിപ്രകാരം തയ്യാറാക്കിയ ആയുർവേദ മരുന്ന് അറിഞ്ഞോ അറിയാതെയോ നൽകാം. ഡോക്ടർ മിഥുൻ എടത്തിൽ, മീഞ്ചന്ത, കോഴിക്കോട്. ഫോൺ 9895539920. മരുന്ന് തപാൽ വഴിയും ലഭ്യമാണ്. WHO GMP ISO 9001:2000 HACCP സർട്ടിഫൈഡ് മെഡിസിൻ. കൂടുതൽ ചികിത്സാ വിവരങ്ങൾക്കും ബുക്കിംഗിനും ബന്ധപ്പെടുക. ലഹരി ഉപയോഗം അത് കുടുംബ ബന്ധങ്ങളെയും സമൂഹത്തെയും നാടിനെയും നശിപ്പിക്കും. അതിൽ നിന്ന് ഇതാ ഒരു മോചനം. ഒരു നല്ല നാടിന്റെ ഉയർച്ചയ്ക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. വാർത്തകൾ തുടരുന്നു.
അടിയന്തരാവസ്ഥ കാലത്ത് സംസ്ഥാനത്തുണ്ടായ ക്രൂരമർദ്ദനങ്ങൾക്കു കാരണക്കാരൻ അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണെന്ന് വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ബിജെപി നേതാവുമായ PS ശ്രീധരൻപിള്ള. വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ ഓർമ്മയും ഓർമ്മപ്പെടുത്തലും പരിപാടിയിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ വരുമെന്ന ഭീതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം VV ദക്ഷിണാമൂർത്തി പറഞ്ഞു. വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 40ാം വാർഷികാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരാവസ്ഥ ഇവിടെ അടിച്ചേൽപ്പിക്കാൻ ഇനി അനുവദിക്കില്ല. അടിയന്തരാവസ്ഥ ആര് കൊണ്ടുവന്നാലും അതിനെതിരെ ജനാധിപത്യവാദികൾ ഒന്നിച്ചു നിൽക്കണം. മനുഷ്യാവകാശം സംരക്ഷിക്കാൻ ജാഗ്രത കാട്ടണമെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തരാവസ്ഥ കാലത്ത് സംസ്ഥാനത്തുണ്ടായ ക്രൂരമർദ്ദനങ്ങൾക്ക് കാരണക്കാരൻ അന്നത്തെ മുഖ്യമന്ത്രി സി അച്യുതമേനോനാണെന്ന് വിജിൽ ഹ്യൂമൻ റൈറ്റ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും BJP നേതാവുമായ PS ശ്രീധരൻപിള്ള അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. കാലത്തിന്റെ ഗതിപ്രവാഹത്തിൽ ചരിത്രം എഴുതി സൂക്ഷിക്കേണ്ടത്, ആ ചരിത്രം നമ്മൾ സൂക്ഷിക്കാതെ പോയാൽ മലയാളത്തിൽ ചൊല്ലുണ്ട്, ജ്ഞാനികൾ കയറിയിരിക്കേണ്ടിടത്ത് അവർ അതിന് തയ്യാറായില്ലെങ്കിൽ വിഡ്ഢികൾ പാഞ്ഞു കയറി അവിടെ ഇരിക്കും എന്ന ചൊല്ല് മലയാളത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അടിയന്തരാവസ്ഥയോട് ബന്ധപ്പെട്ട് അതിന്റെ സ്മൃതിപഥത്തിലൂടെ കടന്നു പോവുകയാണ്. അടിയന്തരാവസ്ഥ ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പുസ്തകം K രാമൻപിള്ള MT രമേശ് നൽകി പ്രകാശനം ചെയ്തു. K മോഹൻദാസ് പുസ്തക പരിചയം നടത്തി. അത്തോളിയിലെ വിനാശിയിലെ ശിവദാസ C. രവീന്ദ്രൻ നായർ, മിസ തടവുകാരെ ആദരിക്കലും ലിസ്റ്റ് പ്രഖ്യാപനവും പ്രഭാകരൻ നമ്പ്യാർ, ഫിലിപ്പ് M പ്രസാദ്, PS ശ്രീധരൻപിള്ള എന്നിവർ നടത്തി. അഡ്വക്കേറ്റ് ജോസ് തോമസ്, ശശിധരൻ ഐനിക്കാട്, ഒഞ്ചിയം ശിവശങ്കരൻ, K മൂസക്കുട്ടി, KK മുഹമ്മദ്, KG വേണുഗോപാൽ, P കിഷൻചന്ദ്, P വേലായുധൻ, ശ്യാമപ്രസാദ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേവായൂർ വെള്ളയിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജനകീയ വേദി DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ KV സുബ്രഹ്മണ്യൻ, KP ബാബു, ബേപ്പൂർ രാധാകൃഷ്ണൻ, P ലോഹിതാക്ഷൻ, ഹേമലത വിശ്വനാഥ്, അഷ്റഫ് ചേലാട്ട്, NV രാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേവായൂർ വെള്ളയിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ജനകീയ വേദി DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിൽ ലഹരിക്കും മദ്യത്തിനുമെതിരെയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുക കൂടി ചെയ്താൽ അത് വ്രതാനുഷ്ഠാനത്തിന് കൂടുതൽ ഫലം നൽകുമെന്ന് അബു പറഞ്ഞു. മദ്യത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ച സർക്കാരാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. 700-ലേറെ ബാറുകളും 50-ലേറെ ബീവറേജ് കോർപ്പറേഷൻ ഔട്ട്ലെറ്റുകളും കേരളത്തിൽ ഈ വർഷം പൂട്ടി. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ലഹരി വിരുദ്ധ ദിനത്തിൽ കോൺഗ്രസുകാർക്ക് ഏറെ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാമെന്നും അബു പറഞ്ഞു. ഒരു നടപടി, ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നടപടി കേരളത്തിൽ KPCCയുടെ നിർദ്ദേശാനുസരണം ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് 710 മാറുകൾ അടച്ചുണ്ടാക്കുന്നതാണ്. ഓരോ ഗാന്ധി ജയന്തി ദിവസത്തിലും 10% ഗവറേജ് ഔട്ട്ലെറ്റുകൾ അടച്ചു. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ കണ്ടിയിൽ ഗംഗാധരൻ അധ്യക്ഷം വഹിച്ചു. IUNDC സംസ്ഥാന ജനറൽ സെക്രട്ടറി KC രാമചന്ദ്രൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KV സുബ്രഹ്മണ്യൻ, KP ബാബു, ബേപ്പൂർ രാധാകൃഷ്ണൻ, P ലോഹിതാക്ഷൻ, ഹേമലത വിശ്വനാഥ്, അഷ്റഫ് ചേലാട്ട്, NV രാജൻ എന്നിവർ സംസാരിച്ചു. ഇനി കായിക വാർത്തകൾ. കോഴിക്കോട് ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള ജില്ലാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് തുടക്കം. SK പൊറ്റക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് സ്പോർട്സ് കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് KJ മത്തായി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് 38ാമത് പുരുഷ 25ാമത് വനിതാ ജില്ലാ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിന് കോഴിക്കോട് SK പൊറ്റക്കാട് ഹാളിൽ തുടക്കമായത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ് എന്നീ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു.
ശനിയാഴ്ച 53, 59 കിലോഗ്രാം വിഭാഗത്തിലും 66, 74 കിലോഗ്രാം വിഭാഗത്തിലും 83 കിലോഗ്രാം വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ നടന്നത്. ഉദ്ഘാടന ചടങ്ങിൽ KDPLA സെക്രട്ടറി കെ പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറി വേണുജി നായർ, കോർപ്പറേഷൻ കൌൺസിലർ കെ ശ്രീകുമാർ, KDPLA ട്രഷറർ കെ വിജയകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൾ ലത്തീഫ് മുഖ്യ അതിഥിയായി പങ്കെടുക്കും. തുടർന്ന് സമ്മാനങ്ങളും വിതരണം ചെയ്യും. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. 1000-ലധികം വരുന്ന അംഗീകൃത മണൽ തൊഴിലാളികൾ മണൽവാരൽ നിരോധനം മൂലം പട്ടിണിയിലാണെന്ന് മണൽ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി. സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പരിസ്ഥിതി വകുപ്പിന്റെ അനുമതിയോടുകൂടി മണൽവാരൽ പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും മണൽ തൊഴിലാളി യൂണിയൻ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 തലമുറയെ പരിപാലിക്കാൻ കഴിയുന്ന രീതിയിലാണ് മാതൃകാ അംഗനവാടികൾ സജ്ജമാവുകയെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. മാതൃകാ അംഗനവാടിക്ക് ശിലയിട്ടു. സ്ത്രീ ശാക്തീകരണത്തിൽ കേരളീയ മാതൃകയുടെ സൃഷ്ടാക്കളും വക്താക്കളും എന്ന രീതിയിൽ കുടുംബശ്രീക്ക് അഭിമാനിക്കാമെന്ന് ഡെപ്യൂട്ടി മേയർ പ്രൊഫസർ PT അബ്ദുൾ ലത്തീഫ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു ഏകീകൃത വിദ്യാഭ്യാസ നയം ആവിഷ്കരിക്കുന്നതിൽ ഭരണാധികാരികൾ പരാജയപ്പെട്ടുവെന്ന് ICHR മെമ്പർ ഡോക്ടർ CI ഐസക്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Malabar Gold and Diamonds. Celebrate the beauty of life. ജില്ലാ വാർത്തകൾ, the one and only daily news across your district. Log on www.jillavartagal.com. Independent, impartial, inevitable, straight to the public. Jilla Vartagal, the one and only daily news across your district. Log on www.jillavartagal.com.